സോറി സോറി എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. നമുക്കറിയാം, സോറി നമ്മൾ എന്താവശ്യത്തിനും അനാവശ്യത്തിനും ആവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. വെറുതെ ഒന്ന് തട്ടിയാലോ മുട്ടിയാലോ ഒക്കെ നമ്മൾ സോറി പറയും. പക്ഷേ റിയലായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ എവിടെയാണ് സോറി പറയേണ്ടത് അവിടെ നമ്മൾ സോറി പറയില്ല. കാരണം ആ സമയത്ത് നമുക്കൊരു മടിയാണ്, അല്ലെങ്കിൽ നമ്മളത് ആ തെറ്റ് അംഗീകരിക്കാനോ അല്ലെങ്കിൽ നമുക്കത് ചെയ്തെന്ന് നമുക്ക് തോന്നിക്കാനോ ഉള്ളൊരു മനസ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് പറയാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെറിയൊരു കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരു സാധനം ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് എടുത്തു വയ്ക്കുക ചെയ്തു, അത് ചെയ്ത വ്യക്തിക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ആ വ്യക്തിക്ക് ആ സാധനം വേണമെന്നുണ്ടെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ ചിലപ്പോൾ അത് അന്വേഷിച്ച് വരുമ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ആരാണോ അവരെ നല്ലവണ്ണം ചീത്ത പറയണ സമയത്ത് ഇവർക്കത് ഓർമ്മയില്ല, ഇവരെടുത്ത് വെച്ചതാണെന്നുള്ളത് ഇവരുടെ മനസ്സിൽ വരുന്നേ ഇല്ല. ചീത്ത കേൾക്കുന്ന ആൾക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ചീത്ത പറയുമ്പോൾ ഭയങ്കര സങ്കടമാവുകയും ചെയ്യും. അതൊന്നും മറുത്ത് പറയുകയില്ല. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ആ നേരത്ത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല വഴക്ക് പറയുന്ന ആൾ. പക്ഷെ കുറേ നേരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ സാധനം അവർക്ക് തന്നെ കിട്ടുക, അപ്പോൾ അവർക്ക് ഓർമ്മ വന്നത് അത് ഞാൻ തന്നെയാണ് അത് അവിടെ വെച്ചെന്നുള്ളത് ഓർമ്മ വരുമ്പോഴത്തേക്കും അവർക്കത് മനസ്സിലാണ്ട് ഞാനത് വെറുതെ വഴക്ക് പറഞ്ഞതാണ് എന്നുള്ളത് അവർക്കത് റിയലൈസ് ചെയ്യാൻ പറ്റിയാലും അവരത് ആ വഴക്ക് പറഞ്ഞ വ്യക്തിനോട് പോയി പറയുന്നില്ല. എൻ്റെ ഭാഗത്ത് തന്നെ അത് തെറ്റ്, ഞാൻ തന്നെയാണത് അവിടെ വെച്ചത് എന്നുള്ള രീതിയിൽ അവരാരും ചിലപ്പോൾ ക്ഷമാപണം നടത്താറില്ല. അവരത് നെഗ്ലക്റ്റ് ചെയ്ത് കളയും. പക്ഷേ ആ സമയത്ത് ആ വഴക്ക് കേട്ട വ്യക്തിക്ക് എത്രത്തോളം സങ്കടം ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് ആ വ്യക്തിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ വ്യക്തിനോട് ചെന്ന് ഒരു സോറി ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വളരെയേറെ ആശ്വാസം ഉണ്ടാവും. കാരണം എൻ്റേതല്ലാത്ത ആ ഒരു കാര്യത്തിന് കുറേ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വന്നു. അപ്പോൾ അത് ആ പറഞ്ഞ വ്യക്തി അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വന്നൊരു സോറി ചോദിക്കുമ്പോഴത്തേക്കും അതിൽ ചെറിയൊരു ആശ്വാസമെങ്കിലും ആ വ്യക്തിക്ക് ഉണ്ടാവും. പക്ഷേ പലപ്പോഴും ആ വഴക്ക് പറഞ്ഞ വ്യക്തി അവരെ വന്ന് സോറി പറയാറില്ല. കാരണം അവരത് നെഗ്ലക്റ്റ് ചെയ്ത് കളയും. അവർ ആ സമയത്ത് അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരത് പറഞ്ഞങ്ങാട് വിടും. മറ്റുള്ളവരുടെ മാനസികാവസ്ഥ എങ്ങനെയായി അല്ലെങ്കിൽ എന്തായിട്ടുണ്ടാവും എന്നുള്ളതൊന്നും അവർ ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ കഴിവതും നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലായി കഴിഞ്ഞാൽ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളൊരു സോറി പറയുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. കറക്റ്റ് നമ്മൾ ആ സോറി പറയുമ്പോഴത്തേക്കും അവർക്കും ഒരു റിലീഫ് ഉണ്ടാവും, നമുക്കും അതിനൊരു കുറ്റബോധം ഇല്ലാണ്ടിരിക്കും. അപ്പോൾ കഴിവതും നമ്മൾ ചെറുതാണെങ്കിലും അല്ലെങ്കിൽ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്നതാണെങ്കിലും, ചിലപ്പോൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്നത് ബാക്കിയുള്ളവർക്ക് അത് വലിയ കാര്യമായിരിക്കാം. അപ്പോൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നിയാൽ പോലും അത് തെറ്റാണെങ്കിൽ അതിനെ ഒരു സോറി ചോദിക്കുന്നത് നല്ലതായിരിക്കും.